ഫിസിക്സിൽ ഒരു എഫേർട്ട് കൂടാതെ 40 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞു തരട്ടെ. എനിക്കിത് വർക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതുപോലെ ഒരു ചാപ്റ്റർ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ അധികം അവിടെ ഇവിടെ ഒന്നും കേട്ട് കാണില്ല. യൂട്യൂബിൽ ആരും ഇങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുമില്ല. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ ശൈലിയുണ്ട്. ഇപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന പോലെയല്ല ഫിസിക്സ് പഠിക്കേണ്ടത്, ഫിസിക്സ് പഠിക്കേണ്ട പോലെയല്ല മാത്സ് പഠിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ഡെറിവേഷനും അതുപോലെ തന്നെ തിയറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വയ്ക്കുക. ഇനി മാത്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാത്സിൽ ഒരു ഇക്വേഷൻ ഇല്ലാതെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലും പല പല ശൈലിയുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഫിസിക്സിനെ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ എടുത്തു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ പഠിക്കാൻ എടുത്തു. ആ ചാപ്റ്ററിനെ നിങ്ങൾ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് ടോപ്പിക്കും അതുപോലെ തന്നെ ഡെറിവേഷനും. ഓക്കെ, ഇതിൽ ഡെറിവേഷൻ ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഡെറിവേഷൻ എന്ത് ചെയ്താലും പരീക്ഷയ്ക്ക് വയ്ക്കും. ഒരു ചാപ്റ്ററിൽ 5 ഡെറിവേഷൻ ഉണ്ടെങ്കിൽ അതിലൊരു 2 എണ്ണമെങ്കിലും മിനിമം ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ എന്ത് ചെയ്താലും അത് ചോദിക്കും. ഓക്കെ, ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, അത് സെറ്റാക്കിയിട്ട് നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ, ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. അതായത് ഞാൻ ഒരു ചാപ്റ്ററിൽ ഇതെങ്കിലും പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് വരും. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഡെറിവേഷന് ഏകദേശം 20 തൊട്ട് 30 മാർക്ക് ഡെറിവേഷൻ തന്നെ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഡെറിവേഷൻ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, വലിയ ഇതൊന്നും ഇല്ല, ചില ഡെറിവേഷനൊക്കെ വലിയതുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഡെറിവേഷനാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫുൾ സ്റ്റെപ്പും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, റിയാലിറ്റി എന്നാണെന്നറിയോ, ഡെറിവേഷൻ മാറ്റി ചോദിക്കാൻ പറ്റില്ലടാ. എങ്ങനെയാണോ ഡെറിവേഷൻ്റെ ചോദ്യം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് പഠിച്ചുകൊണ്ട് പോയേ പറ്റൂ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ ലോ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂളംസ് ലോ, അതുപോലെ തന്നെ ഫാരഡേസ് ലോ, ഇങ്ങനത്തെ ലോയും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. കാരണം ഒരു ഡെറിവേഷൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ അത് ഏത് ലോ ആണെന്ന് വേണമെങ്കിൽ എടുത്ത് ചോദിച്ചേക്കാം. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരാറുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസും ലോയും ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം ആദ്യം പറയേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റേജ് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. പല കുട്ടികളും കാണിക്കുന്ന മണ്ടത്തരമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിച്ച് രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ച് മൂന്നാമത്തെ ചാപ്റ്റർ, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഓക്കെ, ഇപ്പോൾ 9 മാർക്കിൻ്റെ ചാപ്റ്റർ ആദ്യം പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻറ്റ്. ഓക്കെ, ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്മാർട്ട് കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ 9 മാർക്കിൻ്റെ ചാപ്റ്റർ ആദ്യം പഠിക്കുക, പിന്നെ 8 മാർക്കിൻ്റെ, പിന്നെ 7 മാർക്കിൻ്റെ, അങ്ങനെ കുറഞ്ഞു വരിക. ഓക്കെ, 2 മാർക്കിന് ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ സമയം കിട്ടിയില്ല സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ളത് പഠിച്ച് തീർത്തിട്ട് അതിലേക്കൊക്കെ പോവുള്ളൂ. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. റെഡി? ഇനി അഞ്ചാമത് അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ആറാമത് SI യൂണിറ്റും അതുപോലെ തന്നെ ഡൈമെൻഷനും. ഇത് 1 മാർക്കിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഫിസിക്സിൽ. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാതെ പോരുത്. പല ടീച്ചർമാർ ഇത് എടുത്തിടും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇത് പഠിക്കാൻ പറ്റും. ഒരു ചാപ്റ്ററിൻ്റെ ഏതെങ്കിലും മൂലക്കൊക്കെ ആയിരിക്കും ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ടീച്ചർമാർ ഇത് എടുത്തിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കിക്കൊണ്ടേ പോവുള്ളൂ. ഇനി അടുത്ത് ഗ്രാഫാണ്. ഗ്രാഫും ഡയഗ്രം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, ഒരു ഗ്രാഫെങ്കിലും മിനിമം കാണും. ഓക്കെ, ചിലപ്പോൾ 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ എവിടെയെങ്കിലും ഒരു ഗ്രാഫ് ഉറപ്പായിട്ടും കാണും. ഗ്രാഫല്ല ഡയഗ്രം ഉറപ്പായിട്ടും കാണും. അതുകൊണ്ട് നിങ്ങൾ ഗ്രാഫും ഡയഗ്രവും സ്കിപ്പ് ചെയ്യാതെ
പഠിച്ചുകൊണ്ട് തന്നെ പോവുക. ഓക്കെ, വലിയ പാടൊന്നുമില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ചാപ്റ്ററിനെ നിങ്ങൾ രണ്ടായിട്ട് തിരിച്ചു. ടോപ്പിക്ക്, ഡെറിവേഷൻ ആദ്യം പഠിച്ചു തീർക്കുക. ഓക്കെ, പിന്നെ പ്രോപ്പർട്ടീസും ലോയും പഠിക്കുക. ഓക്കെ, അതുകൊണ്ടേ പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ SI യൂണിറ്റ് ഡയമെൻഷനിലേക്ക് വരാം. ഓക്കെ, ഇനി ഗ്രാഫും ഡയഗ്രം ഉണ്ട്, അത് ആദ്യം പഠിച്ചു തീർക്കുക. ഓക്കെ, പിന്നെയാണ് നിങ്ങൾ തിയറിയിലേക്ക് പോകേണ്ടത്. അതായത് ഇപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് പോകും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ് നിങ്ങളുടെ കൈക്കുള്ളിലാവും. ഓക്കെ, ഞാൻ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്തത്. എനിക്ക് സിമ്പിളായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ 1 മണിക്കൂറൊക്കെ കൊണ്ട് സിമ്പിളായിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ഡെറിവേഷനും ടോപ്പിക്കെല്ലാം തിരിച്ചത് വേണമെങ്കിൽ നിങ്ങൾ W എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ DMലേക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങളൊരു കമൻറ്റ് എന്ത് ചെയ്താലും എഴുതിയിടുക. ഓക്കെ, ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ പുതിയ കണ്ടൻറ്റുമായിട്ട് വീണ്ടും കണ്ടുപിടിക്കാം.